ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ സിനിമയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഒരു സിനിമ ഡേറ്റ് ആണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വാഫി മാളില്ലേ, ദുബായ്, അവിടെയാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയണം അല്ലേ? ഏത് സിനിമ ബദൽഹേം കുടുംബം യൂണിറ്റ് അല്ലെങ്കിൽ സിനിമകളിലൊക്കെ എങ്ങനെയാ പൈസ ഉണ്ടാവുക? നമ്മള് ഏത് സിനിമയ്ക്ക് വെച്ചാ നമ്മള് ബദൽഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ഫിലിമിന് കാണാൻ വേണ്ടി പോവാ. അങ്ങനെ നമ്മള് സിനിമ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരിക്കും. കാരണം ഭയങ്കര വലിയ വ്ളോഗൊന്നും അല്ല, ഒരു ചെറിയൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നൊരു വ്ളോഗാണ്. സോ ഞാൻ കരുതി എന്നാൽ നമുക്ക് അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ദുബായിലുള്ള വാഫി മാളിലാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് 11 മണിക്കാണ് ഷോ. അപ്പോൾ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് നമുക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ്. ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഫുൾ നമുക്ക് കട്ട് സിനിമേൻ്റെ കാണിക്കാൻ പറ്റില്ല. നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഭാഗം മാത്രമേ പറ്റുള്ളൂ, സിനിമേൻ്റെ ഭാഗമല്ല. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് പിന്നെ എൻഡിങ് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക നിങ്ങൾ. സോ നമുക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ഇൻട്രോ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളങ്ങനെ പ്രേതം കാണാൻ പോവാം. കേൾക്കണില്ല? ഞാൻ കൈ കൊടുക്കുമ്പോ ചെറുത്തിങ്ങനെ പേടിപ്പിക്കുന്നു. പക്ഷെ അതിവിടെ കിട്ടാവണം, എന്നാലേ ഒരു പേടിക്കുള്ളൂ. അന്നെ കണ്ടിട്ട് പേടിച്ച് കിട്ടാവും. അയച്ച സാധനം കാണിച്ചു കൊടുത്താ പോരാ? കേറ്റുവോ? എന്ത് മൈക്ക് വെച്ചാൽ മതി. മൈക്ക് വെച്ചൂടെ? മൈക്ക് എടുത്ത് ബദൽഹേം കുടുംബ യൂണിറ്റ്. അത്രേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് അപ്ഡേഷൻ. ആരെ രസമുണ്ട് പടം, സൂപ്പർ അല്ലേ? ഇതില് പറ, അന്നത്തെ പോലെ നെഗറ്റീവ് പറയാണ്ട് ഇന്ന് പറ. അല്ല, എങ്ങനെയുണ്ടാ? സൂപ്പർ. നിവിൻ പോളിന്റെ കംബാക്ക് മൂവി. ഒരുപാട് കാലത്തിന് ശേഷം നിവിൻ പോളിന്റെ കംബാക്ക് മൂവി കിട്ടില്ല. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഓഷാനിയുടെ വൈബ് സൂപ്പർ. എനിക്ക് അതാ ഫീൽ ചെയ്ത്. നിവിൻ തൂക്കി. 2026 നിവിൻ പോളി തൂക്കി. മമിത ബൈജു അടുപ്പിച്ച് 100 കോടി അടിച്ചിട്ടുള്ള മമിത ബൈജു. സൂപ്പർ സിനിമ. എല്ലാരും പോയി കാണണം, ചിരിച്ചിറങ്ങാം. ഇതെവിടെ കഴിവുള്ളൊക്കെ എനിക്ക് തിരിച്ചും കുറെ അടിയും കൊള്ളാം.
അത് അടുത്തിരിക്കുന്നവരെ അടിക്കുന്ന എന്തൊക്കെ ചിരിക്കാണ്ടിരിക്കുന്നു എനിക്ക് ഇങ്ങനെ ചിരിക്കുമ്പോ ആരെയും അടിക്കണം എന്തെങ്കിലും സമാധാനമുണ്ട്. ക്ലിയർ ഇവനൊന്നും ചിരിക്കുന്നില്ല. നിനക്കൊക്കെ എന്താണ് ചിരിച്ചോ? തമാശ ഇട്ടിട്ട് ചിരിക്കാണ്ടിരിക്കുക. സിംഗിൾ റിവ്യൂ സിംഗിൾ റിവ്യൂ സിംഗിള് റിവ്യൂ നമുക്ക് ഇന്ന് കട്ട് ചെയ്താൽ എനിക്ക് തോന്നുക അല്ലേ? നല്ല സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്ന പടം? ഫസ്റ്റ് പോകുമ്പോ പടം എങ്ങനെ നല്ല അടിപൊളി പടം, സൂപ്പർ പടം, ഒരു രക്ഷയില്ലാത്ത പടം. ഞാൻ എനിക്ക് വേണ്ടിട്ട് എന്താ പറയാ, എനിക്ക് ഓം ശാന്തി ഓശാന വൈബ് കിട്ടി. ആ അതേ സെയിം സിനിമ എനിക്ക് അത് ഫീൽ ചെയ്തു. പിന്നെ പെണ്ണിനെ വിളിച്ചോണ്ട് മറ്റേ അമ്മച്ചിന്റെ വീട്ടിൽ കൊണ്ടാക്കണൊക്കെ കറക്റ്റ് റിലേറ്റബിൾ. അടിപൊളി മൂവി ഒരു രക്ഷയില്ലാത്ത മൂവി. എല്ലാരും കാണാത്തവര് കാണണം. ഇറങ്ങി രണ്ടിന്റെ ഒന്ന് കേറിയില്ലേ, കണ്ടില്ല. സൂപ്പർ കംബാക്ക് ഫാമിലി മൂവി മസ്റ്റ് വാച്ച് ഫാമിലി മൂവി ഫാമിലിക്കും സിംഗിൾസിനും എല്ലാവർക്കും, സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ ഫാമിലിക്കും സിംഗിൾസിനും ഒക്കെ കാണാൻ വേണ്ടി. അതൊരു മസ്റ്റ് വാച്ച്. സിംഗിൾസ് കണ്ടാ കരയൂലേ? സിംഗിൾസും കരയണം, കരയാണ്ട് ചിരിക്കാൻ. 2026 അതിനെ കരയാൻ അനുവദിച്ചിട്ടില്ല. വേറെ അതിനപ്പുറം പറയാം. ആകെ 10 സെക്കൻഡ് വിഷമിപ്പിച്ചോളൂ. ഖലീഫയെ കാണും. ഓക്കെ, അത് കഴിഞ്ഞ DQന്റെ നമ്മുടെ മറ്റേ സിനിമ വരുന്നുണ്ട്. അങ്ങനെ കൊറേ സിനിമ ഉണ്ട്. അപ്പൊ അടിപൊളി. അവനെ കണ്ടു കഴിഞ്ഞത് അതേപോലെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ട ഫീൽ ഉണ്ടോ? ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം സൈഡില്. എല്ലാവരും ഇവനെ കണ്ടു കഴിഞ്ഞല്ലേ, എടാ എല്ലാരും ഇവനെ കണ്ടങ്ങനെ എന്താ പറയാ, സിനിമ ഉണ്ട് ഇറങ്ങി കേട്ടോ. ഒരു രക്ഷയില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സിനിമ. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പോയി കാണണം. കാരണം എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഇപ്പം കുറേ ആൾക്കാർക്ക് ഭയങ്കര കുറേ ഓർമ്മകളൊക്കെ വരും. എനിക്കിങ്ങനെ അങ്ങനെ ഓർമ്മകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മകളുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ ഓർമ്മകളില്ല. നമുക്ക് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. സിനിമ കണ്ട് നമ്മള് ഈ വീഡിയോ അങ്ങനെ വീട്ടിൽ പോവാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.